അസ്സലാമു അലൈക്കും. മൊഗ്രാൻ ഓൺലൈനിലേക്ക് സ്വാഗതം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൊഗ്രാൻ ഓൺലൈനിന്റെ അണിയറ ശില്പികൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. മഹമ്മദ് ഷാ, മഞ്ചേശ്വരം മണ്ഡലം കേന്ദ്രീകരിച്ച് മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തനായ അങ്ങയുടെ തന്നെ കർമ്മ മണ്ഡലമായ പ്രവാസി ലോകത്ത് KMCCയുടെ പ്രവർത്തനം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മഞ്ചേശ്വരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനായി നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പിന്നീട് ഇവിടെ വന്നതിന് ശേഷം ഇവിടെയും നമുക്ക് പ്രവാസികൾക്ക് അനുജി തന്ന KMCC എന്ന സംഘടനയിൽ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിന്റെ പ്രഥമ പ്രസിഡന്റായി തുടരാൻ കഴിഞ്ഞു. അതിനുശേഷം മഞ്ചേശ്വരം പ്രവാസി മലയാളികളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങൾക്ക്, അവരുടെ വിഷമതകൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുവോ അതൊക്കെ ചെയ്യാൻ മഞ്ചേശ്വരം നിയോജക മണ്ഡലം KMCCന്റെ ഒരു ഇളയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ കൂടുതൽ മെമ്പർമാരെ സുരക്ഷാ സ്കീമിൽ ചേർക്കുകയും ആ സ്കീമിൽ സാധാരണ സുഖമില്ലാത്തവർക്ക്, അസുഖത്തിൽപ്പെട്ടവർക്ക് ധനസഹായം നൽകുക. കൂടാതെ മരണപ്പെട്ടു പോയാൽ ആ കുടുംബത്തിന് 3 ലക്ഷം രൂപയോളം ആ കുടുംബത്തിന് എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ KMCC സജീവമായി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അടുത്തിടെ മഞ്ചേശ്വരം നിയോജക മണ്ഡലം KMCCന്റെ പല പ്രവർത്തകർക്കും ആ ആനുകൂല്യം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ നാട്ടിനെ കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന UAE ഗ്രീൻ സ്റ്റാർ ഉപദേശ സമിതി ചെയർമാനായ താങ്കൾ ഗ്രീൻ സ്റ്റാറിനെ കുറിച്ച് ഒരു ചെറിയ വിവരണം പറയാമോ? മുഗ്രാൽ ഗ്രീൻ സ്റ്റാർ UAE കമ്മിറ്റിയുടെ ഒരു ഇളയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഗ്രീൻ സ്റ്റാർ ഏകദേശം 10 വർഷമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. നാട്ടിലെ നിലാരംബരുടെയും നിസ്സഹായരുടെയും കണ്ണീരൊപ്പുക എന്ന മഹത്തായ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രീൻ സ്റ്റാറിന്റെ പ്രവർത്തകർ നാട്ടിൽ അപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളിലെല്ലാം തന്നെ ഇടപെടുകയും നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളിലെല്ലാം ഇടപെടുകയും പാവപ്പെട്ടവരുടെ പ്രശ്നം വരുമ്പോൾ, സുഖമില്ലാത്തവരുടെ പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവിടെ ഓടിയെത്താൻ ഗ്രീൻ സ്റ്റാറിന്റെ പ്രവർത്തകർ, ഗൾഫിൽ നിന്ന് പോയവരും നാട്ടിലുള്ള ഗ്രീൻ സ്റ്റാറിന്റെ പ്രവർത്തകരും സജീവമായി ഇറങ്ങാറുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം നാട്ടിലുണ്ടാകുമ്പോഴൊക്കെ പല സംഭവവികാസങ്ങളിലും ഇടപെടാൻ കഴിഞ്ഞ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് കഴിഞ്ഞ വർഷം നാട്ടിലെത്തിയപ്പോഴും ഒരു ആക്സിഡന്റ് കേസിൽപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളി മാംഗ്ലൂർ യൂണിറ്റ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ആ പ്രവർത്തകന്റെ ഏകദേശം 1.5 ലക്ഷം രൂപയോളം നൽകാൻ കഴിയാതെ വിഷമിച്ചിരുന്ന സമയത്ത് ഗ്രീൻ സ്റ്റാറിന്റെ പ്രവർത്തകർ സജീവമായി ഇറങ്ങുകയും ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ സംഭരിച്ച് ആ കുടുംബത്തിന് നൽകാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർ പോലും അല്ലാത്ത ഒരു പെൺകുട്ടി ക്യാൻസർ ബാധിച്ച് ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ആ കുട്ടിയുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇടപെടുകയും ഏകദേശം 10-70,000 രൂപയോളം സംഭരിച്ച് ആ കുടുംബത്തെ നൽകാൻ ഗ്രീൻ സ്റ്റാറിന്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഗൾഫിൽ തന്നെ ഗൾഫിൽ ജോലി ചെയ്ത് നാട്ടിലെത്തിയപ്പോൾ ജീവിക്കാനും പോലും വഴിയില്ലാതെ വിഷമിച്ച് കിടന്ന ഒരു സഹപ്രവർത്തകൻ വിരളം മുറിച്ച് മാലിക് ദിനാർ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവന്റെ ഹോസ്പിറ്റലിൽ ചെലവ് മുഴുവനും വഹിക്കാൻ ഗ്രീൻ സ്റ്റാറിന്റെ പ്രവർത്തകർ സജീവമായി രംഗത്ത് വന്നു. അങ്ങനെ പല കാരണങ്ങളാലും ഗ്രീൻ സ്റ്റാറിന്റെ പ്രവർത്തകർ ആത്മാർത്ഥമായി നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗൾഫിൽ നിന്നുള്ള പല ഭാഗത്തു നിന്നും, സൗദിയിൽ നിന്നും അതുപോലെ അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നും ഒന്നൊക്കെ ആയി പല ഭാഗത്തു നിന്നുള്ള ഗ്രീൻ സ്റ്റാറിന്റെ പ്രവർത്തകരുടെ സഹായ സഹകരണം ഇതിനൊക്കെ ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും റംസാൻ റിലീഫിൽ കാര്യമായി നാട്ടിലെ നിലാരംബരുടെയും നിസ്സഹായരുടെയും കണ്ണീരൊപ്പാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇതിന്റെ അണിയറ ശില്പികൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് വിനീതമായി ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ വളരെ അടുത്ത പ്രവർത്തനായിരുന്ന താങ്കൾ എങ്ങനെയാണ് അതുപെട്ട അനുഭവങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തീർച്ചയായും പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികളെന്നല്ല, ഇന്ത്യയിലെ മുഴുവൻ മൊത്തത്തിലുള്ള ഇവിടുത്തെ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു അതൊക്കെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മൊത്തമായി ഇന്നത്തെ ഭരണത്തിൽ പ്രവർത്തിക്കുന്ന സംഘാടകർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്കൂളിന്റെ പ്രശ്നമായാലും അതുപോലെ തന്നെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നം വരുമ്പോൾ
കാര്യമായി ഇടപെടുകയും ആ ഇടപാട് മാത്രമല്ല, അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ അംഗങ്ങളായുള്ളവർ എന്തെങ്കിലും സംഭവിച്ചാൽ അക്ഷരാർത്ഥത്തിൽ തന്നെ അവർ ഇടപെടുകയും വേണ്ട സഹായ സഹകരണം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ അസോസിയേഷൻ. എൻ്റെ അനുഭവത്തിൽ തന്നെ പലരും ഇന്ത്യൻ കൗൺസിൽ പോയി ഔട്ട് പാസ് എടുക്കേണ്ട സമയത്ത് ഇവിടുന്ന് തന്നെ ഇന്ത്യൻ അസോസിയേഷൻ്റെ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഔട്ട് പാസ് വാങ്ങിച്ചു കൊടുക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മളോടുള്ള സ്നേഹബന്ധത്തിന്റെ പേരിൽ ഇതിന്റെ സംഘാടകർ വേണ്ടതൊക്കെ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഔട്ട് പാസിന് മാസങ്ങളോടോ അല്ലെങ്കിൽ ആഴ്ചകളോടോ അവിടെ കെട്ടിക്കിടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിന്റെ അസോസിയേഷന്റെ അംഗങ്ങൾ ഇതിനു വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ കാസർഗോഡ് ജില്ലയിലെ പ്രഗത്ഭനായ നേതാവും കേരള സംസ്ഥാന അംഗവുമായ പരേതനായ ടി എം കുഞ്ഞി സാഹിബിന്റെ പറ്റി എങ്ങനെയാണ് സ്മരിക്കുന്നത്? കുഞ്ഞി സാഹിബിനെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ ഒരു ബന്ധു കൂടിയാണ്. കൂടാതെ ആദ്യമായി മുസ്ലിം ലീഗ് പുലർന്ന കാലത്ത് അദ്ദേഹവുമായി ഒന്നിച്ചു പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ലീഗിന്റെ പ്രഗത്ഭരായ നേതാക്കളൊക്കെ ഒരു ഭാഗത്ത് നിന്നപ്പോൾ, മൊഗ്രാലിന്റെ പ്രഗത്ഭരായ നേതാക്കളൊക്കെ ഒരു ഭാഗത്ത് നിന്നപ്പോൾ ടി എം കുഞ്ഞി സാഹിബും ഞങ്ങൾ കുറച്ച് യുവാക്കൾ മാത്രമായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തിലൂടെ അന്ന് നടന്ന പഞ്ചായത്ത് ഇലക്ഷൻ, അന്ന് മൊഗ്രാലിലുണ്ടായിരുന്ന വെറും 2 വാർഡായിരുന്നു. ആ 2 വാർഡും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അത് ടി എം കുഞ്ഞി സാഹിബിന്റെ ഒരു കഴിവ് തന്നെയായി ഞങ്ങൾ അംഗീകരിക്കുന്നു. കൂടാതെ അദ്ദേഹം പല വഴിക്കും ഞങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്താൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ബഹുമാന്യനായ പരേതനായ CH മുഹമ്മദ് കോയ സാഹിബ് കാസർഗോഡ് വന്നപ്പോൾ അദ്ദേഹം അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ കാണണമെന്ന ആഗ്രഹം ഉണ്ടായപ്പോൾ TV ഹൗസിൽ പോയപ്പോൾ അദ്ദേഹത്തെ കാണാനുള്ള അവസരം കാത്തു നിൽക്കുന്ന സമയത്ത് എന്നെ ആദ്യമായി CH മുഹമ്മദ് സാഹിബുമായി സംസാരിക്കാനുള്ള അവസരമായി തരുന്നത് ബഹുമാന്യനായ ടി എം കുഞ്ഞി സാഹിബായിരുന്നു. കൂടാതെ പല വേദികളിലും ടി എം കുഞ്ഞി സാഹിബിന് പകരം വേറൊരു ടി എം കുഞ്ഞി സാഹിബ് ഉണ്ടാവില്ല. അത്ര കണ്ട് അദ്ദേഹം ഏത് രംഗത്തിറങ്ങിയാലും ശോഭിക്കാൻ ശ്രമിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു ടി എം കുഞ്ഞി സാഹിബ്. ജമാഅത്തിന്റെ മണ്ഡലമായാലും ഉറൂസ് കമ്മിറ്റിയിലായാലും അതുപോലെ ഏത് രംഗത്താണ് അദ്ദേഹം എത്തിയാൽ ആ രംഗം ഒന്ന് ഷൈൻ ചെയ്ത് പോകാൻ അദ്ദേഹത്തിനുള്ള കഴിവ് മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മരണം മുൻകൂർ അറിഞ്ഞിട്ട് പോലും ഒന്നും ഭയപ്പെടാതെ ജീവിത അവസാനം വരെ വളരെ ധൈര്യത്തോടെ നിന്ന ഒരു മഹൽ വ്യക്തിയാണ് ടി എം കുഞ്ഞി സാഹിബ്. മുസ്ലിം ലീഗുമായി ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന താങ്കളെ വളരെയധികം വേദനിപ്പിച്ച എന്തെങ്കിലും ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴേതായാലും അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പണ്ട് കാലത്ത് മുസ്ലിം ലീഗ് ആദ്യമായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് കുടുംബത്തിൽ ഞാൻ ഏക വ്യക്തി മാത്രമായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലുണ്ടായിരുന്നു. മറ്റുള്ളവരൊക്കെ അഖിലേന്ത്യ ലീഗിലായിരുന്നു. അക്കാലത്ത് എനിക്ക് സജീവമായി പ്രവർത്തിക്കാൻ കഴിയാത്ത പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തെ വേദനിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് പബ്ലിക്കലായി ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു വിഷമത എനിക്കുണ്ടായിരുന്നു. എന്നിട്ടും ഉള്ളിലൂടെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ പ്രവർത്തനങ്ങളെ ഞങ്ങൾക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. കൂടാതെ അന്ന് എന്നെക്കുറ്റി അപരാധങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അന്നത്തെ അഖിലേന്ത്യ ലീഗിലുണ്ടായിരുന്നവർ ശ്രമിച്ചു. അതിൻ്റെ വിഷമതകൾ മാത്രമേ എനിക്കുണ്ടായുള്ളൂ. അല്ലാതെ ഈ മുസ്ലിം ലീഗിൻ്റെ ഇടയിൽ യാതൊരു ബുദ്ധിമുട്ടുകളും വിഷമതകളും എനിക്കുണ്ടായിട്ടില്ല. കാരണം ഇപ്പം അടുത്ത കാലത്തൊക്കെ ലീഗിൻ്റെ ഏത് പരിപാടിക്കും എന്നെ ഒരു മണ്ഡലം കമ്മിറ്റി KMCCയുടെ ഇടയ പ്രവർത്തനം എന്ന നിലക്ക് എല്ലാ പരിപാടിക്കും ലീഗിൻ്റെ പ്രവർത്തകർ ക്ഷണിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു വിഷമത എനിക്കുണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിന്റെ കുമ്പള പഞ്ചായത്തിലെയും പ്രത്യേകിച്ച് മൊഗ്രാലിന്റെയും ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നു? മുസ്ലിം ലീഗിന്റെ കുമ്പള പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വന്നതിന് ശേഷം സജീവമായി പ്രവർത്തിക്കുന്നു എന്നാണ് കഴിഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഒരു വാഹന ജാഥ, അതുകൂടാതെ കാൽനട ജാഥ എന്നൊക്കെ മുസ്ലിം ലീഗിന്റെ വകയിൽ ഉണ്ടായിരുന്നു. ഏകദേശം കളത്തൂരിൽ നിന്നും മൊഗ്രാലി വരെ നടന്നുകൊണ്ട് അവർ ചരിത്രം. അതിൽ ഏകദേശം 6 കിലോമീറ്ററിനോളം അവരോട് കൂടെ നടക്കാനുള്ള അവസരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തനവും അതുപോലെ യൂത്ത് ലീഗിന്റെ പ്രവർത്തനമൊക്കെ സജീവമായിട്ടുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം.
കൂടാതെ കുമ്പള പഞ്ചായത്ത് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയതായി മൊഗ്രാലിന് ഏകദേശം 6ഓളം മെമ്പർമാരെ കിട്ടിയിട്ടുണ്ട്. അത് അവരുടെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തുടങ്ങിയാൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് മുൻകൂട്ടി ഓരോ മെമ്പർമാരോട് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ രംഗങ്ങളിൽ നിങ്ങളുടെ പ്രവർത്തനം എത്തിച്ചു കൊടുക്കണം, ഏതൊക്കെ രംഗങ്ങളിൽ നിങ്ങൾ പ്രവർത്തനം കാഴ്ചവെക്കണം എന്നൊക്കെ കഴിയുന്ന രീതിയിലൊക്കെ വേണ്ട മെമ്പർമാരോട് ഉപദേശിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ടുണ്ടാകുമെന്നാണ് എൻ്റെ ആഗ്രഹം. കുമ്പള പഞ്ചായത്തിലെ നമ്മളെ മൊഗ്രാലിലുള്ള 6 മെമ്പർമാർ നമ്മളെ മൊഗ്രാലിന് വേണ്ടി എന്താണ് അത്യാവശ്യമായി നമ്മളെ മൊഗ്രാലിന് വേണ്ടി ചെയ്തു തരാനുള്ളത്? നിങ്ങളെ എക്സ്പീരിയൻസ് മനസ്സിലാക്കി എന്താണ് നിങ്ങൾ തീരുമാനം? മൊഗ്രാലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ശോചനീയാവസ്ഥയിലുള്ള റോഡ്, ആ റോഡിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുവോ അതിന് മുഴുവനും വാർഡ് മെമ്പർമാർ ഐക്യത്തോടെ നിന്നുകൊണ്ട് തീരദേശ റോഡ്, അതുപോലെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയറി പല റോഡുകൾ വന്നിട്ടുണ്ട്. ആ റോഡുകൾക്ക് വേണ്ട ആ റോഡുകളുടെ ശോചനീയാവസ്ഥ മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള പ്രവർത്തനം കാഴ്ചവെക്കുക. കൂടാതെ ഡ്രെയിനേജ് സിസ്റ്റം, വെള്ളം കെട്ടിക്കിടക്കുന്നതിൽ നിന്ന് ഡ്രെയിനേജ് ഉണ്ടാക്കി അതിനു വേണ്ട ഒരു പരിപാടി കണ്ടുപിടിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കുക. മുഴുവൻ 6 മെമ്പർമാരും സഹകരിച്ചാൽ മൊഗ്രാലിനെ എത്രയോ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. തീർച്ചയായിട്ടും ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുക. അവിടെ വിഭാഗീയതയോ രാഷ്ട്രീയ അതിപ്രസരമോ ഒന്നും കൂടാതെ നിങ്ങൾ ഐക്യത്തോട് പ്രവർത്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ മെമ്പർമാർക്ക് മൊഗ്രാലിനെ വളരെ നല്ല ഭംഗിയായ ഒരു മൊഗ്രാലായി നമുക്ക് കാഴ്ചവെക്കാൻ കഴിയും. അതിനവർ മുൻകൈ എടുക്കണമെന്ന് മാത്രമേ എനിക്ക് കഴിയൂ. നമ്മുടെ മൊഗ്രാൽ ഓൺലൈനെ കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ടതൊന്നുമില്ലല്ലോ, എന്നാലും ചോദിക്കട്ടെ, മൊഗ്രാൽ ഓൺലൈനെ കുറിച്ച് എന്താണ് തങ്ങളുടെ അഭിപ്രായം? മൊഗ്രാൽ ഓൺലൈനെ കുറിച്ച് തീർച്ചയായിട്ടും വളരെ നല്ല അഭിപ്രായമാണ്. ഇത് തുടങ്ങിയത് മുതൽ ഇതിൻ്റെ ഒരു വരിക്കാരനെന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അഭ്യുതകാംക്ഷി എന്ന നിലയിൽ തീർച്ചയായിട്ടും വളരെ നല്ല അഭിപ്രായമാണ്. തുടങ്ങിയത് മുതൽ ഇതുവരെയുള്ള ഇതിൻ്റെ അണിയറ ശില്പികൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ശ്ലാഘിക്കാതെ വകയില്ല. കാരണം അത്ര നല്ല പ്രവർത്തനങ്ങളാണ് അവർ ഇതിലൂടെ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് നാട്ടിലെ അപ്പം നടക്കുന്ന സംഭവവികാസങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുകയും ആരെങ്കിലും മരണപ്പെട്ടാൽ ആ സമയത്ത് ആ അവസരത്തിൽ തന്നെ ഓൺലൈനിൻ്റെ ഡാഷ്ബോർഡിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ നാട്ടിൽ എന്ത് സംഭവവികാസം ഉണ്ടായാലും നൊടിയുടെ ക്കുള്ളിലൂടെ പ്രത്യക്ഷപ്പെടാൻ കഴിയുന്നത് പ്രത്യേകിച്ച് മൊഗ്രാൽ ഓൺലൈനിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ് എനിക്ക് പൂർണ്ണ വിശ്വാസം. മൊഗ്രാൽ ഓൺലൈനിൽ മെമ്പർമാർക്ക് തങ്ങളുടെ ഒരു ഉപദേശം എന്തായിരിക്കും? മൊഗ്രാൽ ഓൺലൈനിൻ്റെ മെമ്പർമാർക്ക് എനിക്കുള്ള ഉപദേശം, ഇതൊരു പരസ്പരം ചാറ്റ് ചെയ്യാനുള്ള ഒരു ഇവിടുത്തെ അണിയറ ശില്പികൾ നമുക്ക് ഒരുക്കി തന്ന അല്ലെങ്കിൽ കനിഞ്ഞു തന്ന ഒരു മീഡിയയാണ്. അതിലൂടെ നമുക്ക് എന്തൊക്കെ പരസ്പരം ചാറ്റ് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക. ചെളി എറിയുന്നതിലൊക്കെ ഒഴിവാക്കുക. നല്ല നല്ല ബ്ലോഗുകൾ ഇടുക. ഇസ്ലാമികമായ ബ്ലോഗ്, പ്രത്യേകിച്ച് റംസാനായത് കാരണം ഇസ്ലാമികമായ ബ്ലോഗുകൾ ഇടുക. നാട്ടിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ട് നമുക്ക് പരസ്പരം ചെളിവാരി എറിയുന്നത് ഒഴിവാക്കിയിട്ട് പരസ്പരം ഐക്യത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെ പ്രതികരിക്കുവാനും നല്ല ബ്ലോഗുകളെ അഭിനന്ദിക്കാനും കമൻറ്റ് ചെയ്യാനും നാം പ്രത്യേകം ശ്രമിക്കുക. അല്ലാതെ പരസ്പരം ചെളിവാരി എറിയുന്നത് തീർച്ചയായിട്ടും അത് ഒഴിവാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും ഈ മൊഗ്രാൽ ഓൺലൈനിന് വേണ്ടിയിട്ട് ഇത്ര സമയം മാറ്റിവെച്ച മുഹമ്മദ് മുഞ്ചാക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന് ഒരു അഭിമുഖം അനുവദിച്ചു തന്ന ഇതിൻ്റെ സംഘാടകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.